സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യത്തോടെ UDF 102 സീറ്റുകൾ നേടിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ UDF-ലുണ്ടാകുന്നത് പോലെ തന്നെ നേതൃ ചർച്ചകൾ സജീവമാണ്. ഈ വരാൻ പോകുന്ന മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വലിയ മത്സരങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള UDF മുന്നണി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷം LDF സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശനാണ്. ഈ കാര്യം നമുക്ക് നിഷേധിക്കാനാവില്ല. KSU രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ VD സതീശൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായും അതുപോലെ തന്നെ NSUവിൻ്റെ ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ച ശേഷമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അതേസമയം തന്നെ MSWയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് LLMും പ്രശസ്തമായ നിലയിൽ പാസ്സായ ശേഷം ഹൈക്കോടതിയിൽ ഏതാണ്ട് 10 വർഷത്തോളം അഭിഭാഷകനുമായിരുന്നു ശ്രീ VD സതീശൻ. അങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല പ്രൊഫഷണൽ രംഗത്തും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് സതീശൻ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി അമഗ്നനാവുന്നത്. 96-ലെ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ CPIയുടെ P രാജുവിനോട് പരാജയപ്പെട്ടെങ്കിലും അതിനുശേഷമുള്ള വർഷങ്ങൾ 2021 മുതൽ 2026 വരെ തുടർച്ചയായി പറവൂരിൽ നിന്ന് നിയമസഭയിൽ സതീശൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരളത്തിലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ എല്ലാ പൊതുവിഷയങ്ങളിലും കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ശ്രീ VD സതീശൻ. അതുമാത്രമല്ല കഴിഞ്ഞ 5 വർഷങ്ങളിൽ അങ്ങേയറ്റം മോശമായൊരവസ്ഥയിൽ, അതായത് LDFൻ്റെ തുടർഭരണം വന്നതിന് ശേഷവും ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാനാവാതെ നിന്നിരുന്ന UDFനെ ചലിപ്പിച്ചത് യഥാർത്ഥത്തിൽ VD സതീശൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളാണ്. അതിനാൽ തന്നെ ഇപ്പോൾ പല വിഷയങ്ങളിലും വളരെ ശക്തമായ നിലപാടുകളാണ് സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് കേരളിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള എല്ലാ പൊതുവിഷയങ്ങളിലും ശക്തമായും കൃത്യമായും നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത വ്യക്തി എന്ന നിലയിലാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരത്തിലൊരു വിജയം UDFന് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം 2 മുന്നണികളിലെയും വോട്ടുകൾക്ക് ഉപരിയായി ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വോട്ട് ചെയ്യുന്നുണ്ട്. ആ പോപ്പുലേഷനാണ് തീർച്ചയായും മുന്നണികളുടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ VS അച്യുതാനന്ദൻ്റെ വളരെ ശക്തമായ നേതൃത്വമാണ് ഇടതുമുന്നണിയെ നേരത്തെ അധികാരത്തിൽ എത്തിച്ചിരുന്നത്. പിന്നീട് 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഒരു MLAയുടെ ഭൂരിപക്ഷത്തിലാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മന്ത്രിസഭയ്ക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നുള്ളൂ. അതിൻ്റെ പ്രശ്നങ്ങൾ ആ മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നു. 2016 LDF തിരിച്ചു വരുന്നതിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള 5 വർഷത്തിനിടയിൽ വന്ന കോവിഡ്, അതുപോലെ തന്നെ വലിയ പ്രളയങ്ങൾ, ഇതിനെല്ലാം നേരിടുന്നതിൽ കാണിച്ച ആർജവമാണ് വീണ്ടും ഇടതുമുന്നണിയെ അധികാരത്തിൽ തുടർഭരണം ലഭ്യമായത്. പക്ഷേ തുടർഭരണം ലഭ്യമായ അവസ്ഥയിൽ ഉണ്ടായ കാര്യങ്ങൾ പലപ്പോഴും ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ കേരളയിലായാലും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിനേറെ സ്വീകരിച്ച നിലപാടുകളായാലും രക്ഷാപ്രവർത്തനങ്ങളായാലും
ജനങ്ങൾ അതിനെ തിരസ്കരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും ജനവികാരങ്ങൾ അറിയുന്ന, ജനവികാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവെന്ന നിലയിലാണ് വി ഡി സതീശനെ കേരളത്തിലെ വോട്ടർമാർ കണ്ടത്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എം എൽ എമാരുടെ കൂട്ടത്തിൽ എണ്ണം കൂടുതൽ മറ്റു ചില ആൾക്കാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല ജനങ്ങളുടെ മുന്നിൽ, ഈ യു ഡി എഫിന് വോട്ട് ചെയ്ത ജനങ്ങളുടെ മുന്നിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി ഡി സതീശൻ മാത്രമാണ്. അതിനാൽ തന്നെ ജനവികാരം കണ്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് കേരളത്തിലെ ഭൂരിപക്ഷം വോട്ടർമാരും ചിന്തിക്കുന്നത്. ഇത്തരത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള അവരുടെ പ്രയാണത്തിന് വലിയ ശക്തി നൽകും. അതേസമയം സാങ്കേതികതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുടെ പേരിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന മത സമുദായ ശക്തികളെല്ലാം തന്നെ അവരുടെ ഈ വിജയത്തിലുള്ള പങ്കാളിത്തം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരും. തലേ ദിവസം വരെ ഇതിനെതിരായി സംസാരിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ തിരിച്ച് ഈ അവരുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ, വീണ്ടും ഒരു നവോത്ഥാന ജാഥക്കാണ് ഒരുങ്ങുന്നതെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അത്തരക്കാരെ തള്ളിപ്പറയും. ജനഹിതമനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് തീർച്ചയായും ഒരു മന്ത്രിസഭയെ മുന്നോട്ട് നയിക്കുക. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ, വോട്ട് ചെയ്ത ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ അസ്ഥാനത്താവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം.